ഇപ്പോൾ എനിക്ക് തോന്നുന്നു UN റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള 190-ൽ പരം രാജ്യങ്ങളിൽ മിക്ക രാജ്യങ്ങളിലും മലയാളികളുടെ സാന്നിധ്യം ഉണ്ട്. പക്ഷെ നമ്മൾ വളരെ അടുത്ത കാലത്തായിട്ടാണ് ഈ മൈഗ്രേഷനെ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന മൈഗ്രേഷനാണ്. കേരള മൈഗ്രേഷൻ സർവേയുടെ കണക്ക് പ്രകാരം എനിക്ക് തോന്നുന്നു 2018 1,29,763 വിദ്യാർത്ഥികളാണ് കേരളത്തിൻ്റെ പുറത്തേക്ക് പോയിട്ടുള്ളത്. 2023 എത്തുന്ന സമയത്ത് അത് നേരെ ഇരട്ടിയാവുകയാണ്. 2.5 ലക്ഷമാണ് കേരളത്തിൻ്റെ പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ സാറ് സൂചിപ്പിച്ചു, ഈ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ പഠിച്ച് കഴിഞ്ഞിട്ട് തേച്ച് കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അവർ അവിടെ തന്നെ സെറ്റിലാവാൻ താല്പര്യപ്പെടുന്നു. ജോലി എടുക്കാൻ പോകുന്ന ആളുകളും ഒരു ടെമ്പററി മൈഗ്രേഷൻ എന്ന് മാറിയിട്ട് ഒരു പെർമനൻറ്റിലേക്ക് അവിടെ തന്നെ PR എടുത്ത് നിൽക്കാനാണ് ആൾക്കാർക്ക് താല്പര്യപ്പെടുന്നത്. അതിൻ്റെ കാരണത്തിലേക്കാണ് ശരിക്കും നമ്മൾ വരേണ്ടത്. ഈ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു പഠിക്കാൻ പോകുമ്പോഴുള്ള പ്രശ്നമില്ല, അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വേറെ ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ കേരളത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ശരാശരി ചെലവഴിക്കുന്ന തുക എന്ന് പറയുന്നത് 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെയൊക്കെയാണ്. 2018-19 കണക്ക് പ്രകാരം അമേരിക്കയിലെ സമ്പദ്ഘടനയ്ക്ക് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ നൽകിയ സംഭാവന എന്ന് പറയുന്നത് $760 കോടി. ഒരു വർഷം ഇന്ത്യയിലെ സ്റ്റുഡൻസ് പുറത്തെ രാജ്യങ്ങളിൽ പഠനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഏകദേശം 6 ലക്ഷം കോടിയോളം വരുന്ന പറഞ്ഞത്. കേരളത്തിലെ കണക്കാണെങ്കിൽ അത് ഏകദേശം 56,000 കോടി. നമ്മുടെ ഔട്ട്വേർഡ് റെമിറ്റൻസിൻ്റെ 31% എങ്ങാനും വരും കേരളത്തിലെ സ്റ്റുഡൻസ് പുറത്ത് രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നത്. അപ്പം വലിയ തരത്തിൽ അത് കേരളത്തിൽ നിന്ന് പോകുന്ന പൈസയാണ്. ആ പൈസ പോയിട്ട് അത് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ള വലിയൊരു ആശങ്കയുണ്ട്.